ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ സ്റ്റോറി എപ്പിസോഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെസ്റ്ററും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടായ ഡെവിൻ വെസ്റ്ററും കൂടി പറഞ്ഞ ഒരു പുള്ളിനെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയും നമ്മളൊരു സ്ഥലത്തോട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മഹീന്ദ്ര B6 ആണ്. ഇന്നിപ്പോൾ 2 ഇന്ത്യൻ കാർ വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ പഴയ വണ്ടി നമുക്ക് റീസ്റ്റോർ ചെയ്യണം, നമ്മുടെ സുപ്ര. അതുമാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വലിയൊരു ഹൈസ്റ്റൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കൾ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ റോഡ് ടു 10K ആണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കയറി ഫോളോ ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പഴയ വീടിൻ്റെ അവിടെയാണ് കേട്ടോ. നമ്മുടെ ട്രെവറും ഉണ്ട് നമ്മുടെ കൂടെ തന്നെ. അപ്പോൾ നമ്മളിത് ട്രെവറിൻ്റെ വണ്ടിയിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ടാണ് ആക്ച്വലി പോകണം. ബിക്കോസ് ഈ വണ്ടി മാറ്റിയിട്ട് നമ്മുടെ റേഞ്ച് റോവർ എടുക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ അങ്ങോട്ട് പോയേക്കാം. ട്രെവറോടെ മതിലും ചാരിയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താ നമുക്ക് ഈ വണ്ടി കയറി നൈസായിട്ട് വിടാം. ഇത് ആക്ച്വലി ഒരു ആലി വേ ആണ് ഇവിടെ അടുത്തുള്ളത്. ഇത് ട്രെവറിൻ്റെ പേഴ്സണൽ വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഒരു മസ്റ്റാങ് GT കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്ത് ലോറി ചെയ്തേക്കുന്ന ഒരു സെറ്റ് സാധനമാണ്. നല്ല കിടലിന് എക്സോസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് പുറത്തോട്ട് ഇറക്കാം. നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുണ്ടാണ്. ബിക്കോസ് നമ്മുടെ ഡെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് വണ്ടികളുണ്ട്. ആ വണ്ടികളുകൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ ഗൈസ്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് വേറെ ആരും നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടി ഇറക്കാം. പിന്നെ മാത്രമല്ല ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. മിക്കവാറും നമ്മൾ ഇന്ന് തന്നെ മാറ്റും ഗൈസ്. ബിക്കോസ് ഈ ഹെയർ സ്റ്റൈൽ ഒത്തിരി നാളായി. ഇനി പുതിയ ചാപ്റ്റേഴ്സും പുതിയ കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ചേഞ്ചുകൾ നമുക്ക് നമ്മളിൽ തന്നെ വരുത്തണം ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യം ഗൈസ്. അപ്പോൾ മെയിൻ ചാനൽ ഇപ്പോൾ ഫുൾ ടൈം ആക്റ്റീവാണ്. അവിടെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. പക്ഷേ അവിടെ ഞാൻ ഫേസ് ക്യാം ഉപയോഗിച്ച് വീഡിയോ ഇടാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ്. നമുക്ക് നേരെ ഈ വണ്ടി നേരെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റേഞ്ച് റോവർ എടുത്തിട്ട് പോകാനാണ് നമ്മളിവിടെ ആക്ച്വലി വന്നത്. ബിക്കോസ് നമ്മൾ ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുന്നത് ഗൈസ്. അപ്പോൾ വേറെയും പുതിയ ക്യാരക്ടേഴ്സും ആൾക്കാരൊക്കെ എന്തായാലും ഉടനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യുക. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എവിടെ പോയി? ഇവിടെ എവിടെയും ആയിരുന്നല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ അല്ല കേട്ടോ ഗൈസ്. ആ കാണുന്നതാണ് അപ്പാർട്ട്മെൻറ്റ്. ഞാൻ വഴി എത്തിയെന്നാണ് കരുതിയത്. പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആക്ച്വലി ഷോറൂമൊക്കെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള ഫണ്ടില്ല. ഫണ്ട് വേണമെങ്കിൽ നമ്മൾ ഫണ്ട് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഹൈസ്റ്റ് എന്തെങ്കിലും ചെയ്യാണ്ട് നമുക്ക് ഫണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിനുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ലിയോ എന്ന് പറഞ്ഞ് അവനെ സേവ് ചെയ്തത്. ബിക്കോസ് അവന് ഇവിടെ നടക്കുന്ന എല്ലാ ഡീൽസിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരുത്തനാണ്. അപ്പോൾ അവൻ്റെ ഇതനുസരിച്ചാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാം. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഇത് ആക്ച്വലി ട്രെവറിൻ്റെ വണ്ടിയാണ്, നമ്മുടെ വണ്ടിയല്ല. നമ്മുടെ ബൈക്കും ഉണ്ട്, നമ്മുടെ കാറും ഉണ്ട്. പോളോ എവിടെ കിടക്കുകയാണെന്ന് നമുക്ക് അറിയാം. എനിക്കും ലെസ്റ്ററിൻ്റെ പഴയ വീട്ടിൽ കിടക്കുന്നുണ്ട് പോളോ. അതവിടെ കിടന്നോട്ടെ. നമുക്ക് എന്തായാലും ആ റേഞ്ച് റോവർ എടുത്തിട്ട് ഇവിടെ നൈസായിട്ട് നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോകാം. ബിക്കോസ് ഈ വണ്ടി അൺട്രാക്കബിൾ ആണ് ഗൈസ്. ഇതിൽ ട്രാക്കറില്ല. ബാക്കി എല്ലാ വണ്ടികളും ആൾക്കാർ എവിടെ പോകണമെന്ന് കണ്ടാലും നമുക്ക് പൊക്കും. പിന്നെ അത് ഫുള്ളി മാറ്റ് ബ്ലാക്ക് അടിച്ച് സെറ്റാണ് വണ്ടി. ഈ വണ്ടി കൊള്ളാട്ടോ ഗൈസ്. ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല. ഇത് ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ. അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വേറെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും കൊള്ളാം. വണ്ടി കാണാൻ ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട, നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനോട് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് നേരെ റൈറ്റ് ഇട്ട് നേരെ വിട്ടാൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ വഴി വന്നേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യത്തില്ല. അത് ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ ഇതെന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് ലെസ്റ്റർ പ്ലാൻ ചെയ്തേക്കാൻ നമുക്ക് ഒരു പിടിയില്ല ഗൈസ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ലെസ്റ്ററാണ് എല്ലാ കാര്യം പ്ലാൻ ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് തന്നെ സ്ഥലം നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് കയറാം. കയറിക്കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോയിട്ട് സംസാരിക്കുക ഗൈസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളെന്ന്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ഇതാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ എല്ലാം പ്ലാൻ ചെയ്യുന്നൊരു താവളം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഇവിടെ നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മുടെ വണ്ടികളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. ഇവിടെ അത്യാവശ്യം കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ. നമ്മുടെ ലെസ്റ്ററും നമ്മുടെ പുതിയ ആളും അവിടെ എത്തുന്നുണ്ട്. നമ്മുടെ പുതിയ ഏജൻറ്റാണ് പുള്ളിയുടെ പേരെന്താ, ലിയോ എന്നാണ് പുള്ളിയുടെ പേര്. കഴിഞ്ഞ ദിവസം നമ്മൾ പുള്ളീനെയാണ് സേവ് ചെയ്തത്. ബിക്കോസ് പുള്ളിയായിരിക്കും ഇനി ഹൈസ്റ്റൊക്കെ പ്ലാൻ ചെയ്യണത്. ബിക്കോസ് നമുക്കിനി ഹൈസ്റ്റൊന്നും ചെയ്യാണ്ട് നമ്മുടെ ഒരു പൈസ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ അത് ചെയ്യണം. നല്ല കിടിലം വണ്ടികളൊക്കെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ ഓഡി RS6 വെച്ചിട്ടാണ് നമ്മൾ
കഴിഞ്ഞ ദിവസത്തെ പരിപാടിയൊക്കെ ചെയ്ത് ഗൈസ്. കിട്ടില്ല വണ്ടിയാണ്, ഒരു രക്ഷയില്ല. ട്രെവറെ ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ലെസ്റ്റർ ഇവിടെ ഓക്കെ ഗൈസ്. അപ്പോൾ ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോരാം. ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഹൈസ്റ്റ് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഈ ലിയോ എന്ന് പറഞ്ഞ ആളുടെ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട്. പുള്ളിയുടെ പേരാണ് ലാൻസ്. പുള്ളി ഇതുവരെ ഇവിടെ എത്തിയില്ല. പുള്ളി ആക്ച്വലി വൈസിറ്റിയിൽ നിന്നാണ് വരുന്നത് ഗൈസ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി വന്നിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ഷോറൂമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈഡായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം ഗൈസ്. ബിക്കോസ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഷോറൂം, അതിൻ്റെ ബാക്കിലുള്ള മെയിൻ പരിപാടികളൊക്കെയാണ് ഇത്. നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി. ഷോറൂം തുടങ്ങിയ പൈസ വേണമല്ലോ, പൈസ ഇല്ല. അപ്പോൾ ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ബെന്നീനെ തിരിച്ച് നമ്മുടെ ഗ്യാങ്ങിലോട്ട് എടുക്കുവാണ്. ബിക്കോസ് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കും ബെന്നിക്ക്. അതുപോലെ തന്നെ ബെന്നി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബെന്നീനെ തീർക്കുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ. ബിക്കോസ് ബെന്നി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റഷ്യ മാഫിയക്ക് വേണ്ടിയാണ്. റഷ്യ മാഫി ഇന്ന് ഇവിടെ സിറ്റിയിലില്ല. പുള്ളീനെ നമ്മൾ കൊന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളിയുടെ ശല്യം എന്തായാലും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെന്നിനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക, ഇനി ചതിക്കാൻ പോകണില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കുക. പക്ഷേ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സേഫ് സൈഡ് ആലോചിക്കണം. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ സൂപ്പർ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതും നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. നമ്മുടെ സൂപ്പർ ഇങ്ങനെ കിടക്കണം കാണാൻ. ഇതാണ് നമ്മുടെ പഴയ സൂപ്പർ ഗൈസ്. അത് അന്നത്തെ ഒരു ബ്ലാസ്റ്റിൽ സാധനം പൊട്ടിപ്പോയതാണ് നമ്മുടെ വീട് അറ്റാക്ക് ചെയ്ത്. അപ്പോൾ ആ വീട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കൂടി കിട്ടിയത് ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തുകൊണ്ട് ഇട്ടത്. പക്ഷേ കുഴപ്പമില്ല, ബെന്നി വിചാരിച്ചത് സെറ്റ് ചെയ്യാൻ പറ്റും. ബെന്നി എത്ര ശോകമാണെങ്കിലും ആൾ നല്ലൊരു മെക്കാനിക്കാണ്. അപ്പോൾ പുള്ളി ഒരു തെണ്ടിയാണെങ്കിലും പുള്ളി നല്ല മെക്കാനിക്കാണ് ഗൈസ്. അപ്പോൾ പുള്ളീനെ കൊണ്ട് നമ്മൾ ശരിയാക്കിപ്പിക്കണം. ആദ്യം ബെന്നീനെ പോയി വിളിച്ചുകൊണ്ട് വരാം. ബെന്നി ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇവന്മാരൊക്കെ ഇവിടെ രാവിലെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. ഇങ്ങനെ വെറുതെ വന്ന് നിൽക്കണതിന് എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്തായാലും നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര ആത്മാർത്ഥതയോടെ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ കഴുത്ത് പിടിച്ച് ഇവിടെ നിൽക്കും. കൊള്ളാം, അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി. ബെന്നി ഇവിടെ കിടക്കണ്ടല്ലോ. ബെന്നി വയ്യാണ്ടിരിക്കുകയാണെന്ന് കൊണ്ടിട്ടാ. പുള്ളി നോക്കണ്ട്. ബെന്നി അതാ പോന്നേക്ക്. നമുക്ക് എന്തായാലും നിങ്ങളുടെ പഴയ ഷോറൂമിലോട്ട് തിരിച്ചു പോകാം. ഓക്കെ ഗൈസ്, അവിടെ ബെന്നി പതുക്കെ എണീക്കാനുണ്ട് ഗൈസ്. ബെന്നിക്ക് ആക്ച്വലി അങ്ങനെ വയ്യ. പക്ഷെ കുഴപ്പമില്ല, വയ്യാകേടി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും പണിയുണ്ട് ചെയ്യാൻ. ബെന്നി പുറകെ വന്നോ. അയാൾ പതുക്കെ വന്നോളൂ. നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുക്കുക. ഇവിടെ ആക്ച്വലി 2-3 വണ്ടി കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്തോ, ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് അവിടെ വേറൊരു വണ്ടി ഇടുന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞ് നമ്മൾ ആക്ച്വലി പോകുന്നത് ബെന്നിയുടെ പഴയ വർക്ക്ഷോപ്പിലോട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് പഴയൊരു GTR ആണ് ഗൈസ്. എന്തായാലും കൊള്ളാം. ഈ ബെന്നി അവിടെ പോയി കിടക്കുമോ? അപ്പോൾ ഗൈസ് ബെന്നി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി കയറിയിട്ട് അങ്ങോട്ട് വിട്ടേക്കാം. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബെന്നിയുടെ പഴയ വർക്ക്ഷോപ്പിലോട്ടാണ്. ബിക്കോസ് അവിടെ ഇരുന്നാണ് ബെന്നി മെയിനായിട്ടുള്ള മാജിക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോയേക്കാം. ഈ വണ്ടി കൊണ്ട് പോയി, ഈ വണ്ടി അവിടെ ഇട്ടിട്ട് അവിടെ ഒരു വേറൊരു ഇന്ത്യൻ കാറും സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ആക്ച്വലി ബാലൻസ് ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മളിത് ബെന്നിക്ക് എടുത്ത് കൊടുക്കും. അവിടെ നിന്നൊരു ഇന്ത്യൻ കാറും നമ്മൾ മോഷ്ടിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. എന്നിട്ട് നമ്മുടെ ഗാർഡ്സ് ഇനി അവിടെ വന്ന് ഫുള്ള് ഗാർഡ് ചെയ്യും. അതാണ് ഇപ്പോൾ ലെസ്റ്റർ പറഞ്ഞ പ്ലാൻ. പക്ഷേ ഇത് എത്ര നാളങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന അറിയില്ല. ബിക്കോസ് ഈ ബേസ് ഉള്ളതാണ് നമ്മുടെ മെയിൻ സംഭവം ഗൈസ്. ഈ ബേസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കേണ്ട, നേരെ ബെന്നിയുടെ പഴയ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ബെന്നിയുടെ പഴയ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എന്താ അവസ്ഥ എന്ന് നമുക്കിപ്പോൾ അറിഞ്ഞില്ല. ബിക്കോസ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ B6 എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെയുള്ള ബാലൻസ് ഗ്യാങ് അങ്ങനെ ഫുള്ള് കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫുള്ളായിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മുടെ ഗ്യാങ് അവിടെ കൺട്രോളിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ആ ടെറിട്ടറി നമുക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. അങ്ങനെയാണ് ഇവിടെ ഗ്യാങ് വാഴ്സ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. മിക്കവാറും അവിടെ ബാലൻസ് ഗ്യാങ് നിറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ അറ്റാക്കിന് ശേഷം അവരെന്തായാലും ടൈറ്റൻ ചെയ്തിട്ടുണ്ടാവും സെക്യൂരിറ്റി ഒക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പം എന്തായാലും നമ്മൾ കയറി അറ്റാക്ക് ചെയ്യാൻ പോകുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അവന്മാർ അവിടെ തന്നെ ഹെവി ആൻഡ് സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട് ഇപ്പോഴും നിൽക്കുന്നത്. അത് ചില്ലറ കണക്ഷൻ അല്ല, എല്ലാവരും നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ആംഗിളിലും നോക്കാം. ബിക്കോസ് ഈ വഴി ഒരു എൻട്രൻസ് ഉണ്ട്, ഈ വഴിയും ബ്ലോക്ക്ഡ് ആണ് ഗൈസ്. അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ അറിഞ്ഞുകൂടാ. അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ആണ്, പക്ഷെ എടുക്കണം. നമുക്ക് കറങ്ങി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, മിക്കവാറും ആ സൈഡിൽ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു രീതിയിൽ നമുക്ക് പറ്റാനില്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിനെ ഹെൽപ്പിന് വിളിക്കണം ഗൈസ്. ബിക്കോസ് 2 പേരും കൂടി ചേർന്ന്, ബിക്കോസ് ബെന്നിക്ക് അത്ര ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ട്രെവറും ഇല്ല കൂടെ. ട്രെവർ ഉണ്ടെങ്കിൽ പിന്നെയും നോക്കായിരുന്നു. ഇവിടെയും ഫുള്ള് അത് നല്ല ആമിനേഷനും കിട്ടിയിട്ടുണ്ട്. കുറേ വണ്ടികളും അവർ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് ലാമാറിനെ വിളിച്ച് ജസ്റ്റ് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം.
ബിക്കോസ് പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ ഇവിടെയും ഈ വഴി ഒരു റൈറ്റ് എടുത്ത് അങ്ങോട്ട് കയറി പോവാം. ബിക്കോസ് ഇത് പഴയ ബെന്നിയുടെ സ്ഥലം തന്നെയാണ്, അതുകൊണ്ട് ഇവർ ഇപ്പോൾ എടുത്തു വെച്ചേക്കാം. ബിക്കോസ് ഇവിടെ ഫുള്ള് ഗ്യാങ്ങാണ്. ഇപ്പോൾ ഈ വഴി ഗ്യാങ്ങൊന്നുമില്ല, പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ലാമറിനെ വിളിച്ചിട്ട് എന്താ അവസ്ഥ എന്ന് ചോദിക്കണം. ലാമറോട് ഉണ്ടെങ്കിൽ പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ലാമറിനൊന്ന് വിളിച്ച് നോക്കാം ഗൈസ്. ലാമറിനൊന്ന് വിളിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ നമ്മൾ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെന്നിഡയിലാണെങ്കിൽ ഒരു തോക്ക് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇയാൾ ഇതിൻ്റെ ഇടയിൽ ചതച്ചുകൊണ്ട് പോകും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ലാമറിനെ വിളിച്ച് കാര്യം ജസ്റ്റ് ഒന്ന് അറിയുക എന്താ ഇപ്പം നടക്കണേന്ന്. ബിക്കോസ് അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര പാടായിരിക്കും. ലാമറിനെ വിളിക്കുക, എന്നിട്ട് കാര്യം ചോദിക്കാം. അപ്പോൾ ഗൈസ് ലാമർ നമുക്കൊരു ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ട്. അങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് തീർക്കാൻ പറ്റില്ല ലാമറും പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എന്തായാലും വേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, നമ്മളിവരെ കൊന്നു കഴിഞ്ഞിട്ട് പോലും നമ്മുടെ ഗ്യാങ് അവിടെ കൺട്രോളിൽ വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ആ ലൊക്കേഷനിലോട്ട് പോകാം. ലാമറിനൊക്കെ ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ. ഈ വണ്ടി ഒരു രക്ഷയിലോട്ടോ. എനിക്ക് മിക്കവാറും നമ്മുടെ പേഴ്സണൽ വണ്ടി ആക്കണം. പക്ഷേ ഇപ്പോൾ നമ്മുടെ വണ്ടിയല്ലേ, നമ്മുടെ ഗ്യാങ് വണ്ടിയാണ്, പേഴ്സണലല്ല. ഇത് പഴയ നിസാൻ സ്കൈലൈൻ R32 ആണ്, GTR ആണ്, പഴയ GTR ആണ് മാത്രം ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ അതെ ലാമറും പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ കയറ്റിയിടാം. അത് കൊള്ളാം, നല്ല ഡ്രിഫ്റ്റായിരുന്നു. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ബിക്കോസ് നമ്മുടെ ഗ്യാങ് ഏരിയയാണ്. ഇവിടെ വന്നിട്ട് ആരും വണ്ടിയൊന്നും എടുക്കാൻ പോകണില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ വണ്ടികളൊക്കെ ഇവന്മാർക്ക് കൂട്ടോ അത്യാവശ്യം. BMW ആണെന്ന് തോന്നുന്നു, പഴയ BMW എന്തോ ആണ്. ജസ്റ്റ് ലാമറിൻ്റെ സംസാരിച്ചു. ഹലോ ലാമർ, അപ്പോൾ എന്താണ് പരിപാടി, എങ്ങനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുക? അപ്പോൾ ഗൈസ് ലാമർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെസ്റ്റർ ഓൾറെഡി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ വരും എന്ന് ലെസ്റ്റർ ലാമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്യാങ് ഒക്കെ ഓൾറെഡി സെറ്റായിരുന്നു. ലെസ്റ്റർ നമ്മളെക്കാളും മുമ്പേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പുള്ളിക്ക് നേരത്തെ അറിയാമായിരുന്നു അവിടെ ഇത്രയും ഗ്യാങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതേ ബെന്നി നമ്മുടെ കൂടെ ഉണ്ട്. ബെന്നിക്കും കണ്ണ് ഇവർ സപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത്ര നമ്മൾ 5 പേരുണ്ട്, ആക്ച്വലി 5 അല്ല 6 പേര്, 3, 4, 5, 6 പേരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്യാങ് വണ്ടി എടുക്കാമെന്നാണ് നമ്മുടെ ലാമർ പറഞ്ഞത്. ബിക്കോസ് കെയറിങ്ങോട്ട് അടിക്കുക, അല്ലാണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നാണ് ലാമർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട ഗൈസ്, നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോയേക്കാം. എല്ലാവർക്കും ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആവട്ടെ എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്യാങ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും ഗണ്ണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെന്നിക്കും ഇവർ കണ്ണ് കൊടുത്തോട്ടെ ഗൈസ്. അതിന് ആരൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി കയറാം, ഈ വണ്ടി പോകാമെന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഇതൊരു 6x6 ആയതുകൊണ്ട് എല്ലാവർക്കും കയറി ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലാണ് കയറാൻ. ബെന്നിയൊക്കെ പിടച്ച് കയറുന്നുണ്ട്. ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് വണ്ടി ഇറക്കി കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ബാലൻസ് ഗ്യാങ് മെമ്പേഴ്സ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ കയറി പണിയും. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടാൽ പോകാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ പിന്നെ അവിടെ നിന്നിട്ട് ഫയറിംഗ് ആണ് ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി പിന്നെ വന്നെടുത്ത് വെച്ച് കാണാം. ഓക്കെ, ഇപ്പോൾ ഗ്യാങ് മെമ്പേഴ്സൊക്കെ ഇവിടെ തന്നെ. ഇവിടെ അറ്റാക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ എന്തെങ്കിലും കയറി ആരെങ്കിലും അറ്റാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരെന്തായാലും അറ്റാക്ക് ചെയ്യും. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി പോകാം. മിക്കവാറും ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. നമ്മൾ എത്രയും മുമ്പ് തന്നെ ഇവന്മാർ അടിച്ചു തുടങ്ങാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. ബിക്കോസ് പണ്ടേ തൊട്ടുള്ള പകയുണ്ട് ഇവന്മാർക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് കറങ്ങിയിട്ട് ആ സൈഡിൽ കൂടെ കയറാം ഗൈസ്. ഓക്കെ, വലിയ ഇഷ്യൂ ഉണ്ടായില്ല, അവന്മാർ മൈൻഡ് ചെയ്തില്ല. അവന്മാർ വെടി വെച്ച് തുടങ്ങിയിട്ടാ, അവന്മാരവിടെ വെടി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി ഉടനെ തന്നെ അറ്റാക്ക് തുടങ്ങും, വേറെ വഴിയില്ല. എല്ലാവർക്കും കണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഇടാം. അവിടെ വീഡിയോ പോകുന്നുണ്ട്. ബാ കയറിക്കോ എല്ലാവരും. ബാബാ എല്ലാവരും ഇറങ്ങിക്കോ. ഇവിടെ നിന്നൊക്കെ വരണ്ടോ? അല്ലാണ്ട് ഒരു വഴിയില്ല ഗൈസ്. ഗ്യാങ് വാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം ഗ്യാങ് വാർ. എൻ്റെ മോനെ, നമുക്ക് വണ്ടി അങ്ങോട്ട് തള്ളി കയറ്റി ഇടാം, അല്ലെങ്കിൽ പ്രശ്നം. നിങ്ങൾ കയറണ്ട. സേവ് തന്നെ. ഒരു മിനിറ്റ് ഒന്ന് വണ്ടി ഇവിടെ ഇട്ടോട്ടെ. വേറെ ഒന്നുമല്ല, ഒരു ജസ്റ്റ് കവറിങ് മെക്കാനിസമായിട്ട് നിൽക്കാൻ വേണ്ടി. എൻ്റെ മോനെ, അപ്പോൾ ഈ സൈഡിൽ കൂടെ ഫുൾ ആൾക്കാർ. ഓക്കെ, എൻ്റെ മോനെ ഫുൾ ആൾക്കാർ നിറഞ്ഞു കേട്ടോ. ഇതേ നിൽക്കത്തില്ല, നമ്മൾ മിക്കവാറും റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ വിളിക്കേണ്ടി വരും. ഇത് നമ്മുടെ ആക്ച്വലി ലോസ് ആൻഡോസിൽ നടക്കുന്ന ഏറ്റവും അടിപൊളി ഒരു ഇത് നമ്മുടെ ആളാണല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗണ്ണൊന്ന് റീലോഡ് ചെയ്തടിക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാം കേട്ടോ. ഈ വഴി കയറാം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇത് ആരെ പിടിവെക്കുണ്ടല്ലോ. ഓക്കെ,
ഓക്കെ അത് ഇത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ആൾക്കാർ. ഓക്കെ നമുക്ക് നൈസായിട്ട് കയറാം. ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുത്തൻ. ഓക്കെ അതടിച്ചു. ഇത് ആ സൈഡ് എല്ലാ സൈഡിൽ നിന്ന് അറ്റാക്ക് വരുന്നുണ്ട്. നമുക്ക് ഗണ്ണൊന്ന് മാറ്റി പിടിക്കണം. ഈ ഗണ്ണൊന്നും പോരട്ടോ. ഈ ഗണ്ണ് കൊള്ളാം. ഇത് ഓക്കെ അപ്പോൾ എന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഇത് ആരാണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് ഇവനിവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടെത്തില്ല കേട്ടോ. ഓക്കെ അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. നമുക്ക് മിക്കവാറും അതിൻ്റെ അകത്ത് ഇനി ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്ക് എന്തായാലും വണ്ടി കുറച്ചൊന്ന് കൊണ്ടുപോയി ജസ്റ്റ് ഒരു ബ്ലോക്കിംഗ് മെക്കാനിസം ആയിട്ട്, ബിക്കോസ് അമ്മ ഒരു അടിച്ചു തുടങ്ങിയൊന്നും ചെയ്യാനില്ല. ഓക്കെ അത് തീർന്നിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ ഗൈസ്. നമ്മൾ ചെറുതായിട്ട് സേഫായി എന്നാണ് വിശ്വാസം. പക്ഷേ നമുക്ക് വണ്ടിയിൽ തന്നെ പോവാം. ഇൻ കേസ് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ. അതായത് ആരും ഒരുത്തം മന്നുണ്ട് ഇവിടെ, പെട്ടെന്ന് കയറിയാൽ തന്നെ നമുക്ക് പോവാം. അവിടെ ആൾക്കാരുണ്ട് കേട്ടോ, ആൾക്കാരുണ്ട്. നമുക്ക് എന്തായാലും മറ്റേ വഴി കയറാം. എന്തായാലും ഈ സൈഡിൽ കൂടെ നമ്മൾ മാക്സിമം അടിച്ചിട്ടിട്ടുണ്ട്. ഈ ബാക്കിൽ കൂടെ കയറാം കേട്ടോ, ബാക്കിൽ കൂടെ കയറാം. ഇവിടെ ആൾ നിൽക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും കയറി അടിക്കാം. എൻ്റെ മോന്മാരെ അറിഞ്ഞില്ലായിരുന്നു. ബാ ഇവിടെ ആളുണ്ട്. ഓക്കെ അത് കഴിഞ്ഞ് ഓക്കെ എൻ്റെ മോനെ അവിടെ ഒരു പടവനെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വഴി കറങ്ങി അടിക്കും. ഈ സൈഡിൽ കൂടെ കയറി അടിക്കട്ടെ, ബിക്കോസ് ഓക്കെ അതടിച്ചു. നമുക്ക് എന്തായാലും ഈ വഴി കയറാം കേട്ടോ ഗൈസ്. ഇവിടെ ആരുമില്ല. ഇത് ഓടി രക്ഷപ്പെടാൻ നോക്കണം. അതെന്തായാലും നടക്കില്ല മോനെ. ഇവിടെ കയറി കഴിഞ്ഞാൽ അടിയാ. എൻ്റെ മോനെ ഇവിടെ ഒരു കുന്നണക്കിന് ആൾക്കാരുണ്ടല്ലോ ഗൈസ്. പണിപാളി മാരടിക്കും. ഒന്നും കൊണ്ടിട്ടില്ല, നല്ല ഉന്നം. ഓക്കെ അത് തീർന്നിട്ടുണ്ട്. കുറച്ച് ഗണ്ണൊക്കെ മാറ്റിയേ. ഓക്കെ അത് കഴിഞ്ഞ് ഇതാണ് ഏറ്റവും വലിയ ഗ്യാങ് വാർന്ന് കൊണ്ട് കേട്ടോ. നമ്മൾ ഇതൊക്കെ എവിടെ നിന്നാണ് വന്നേന്ന് ഒരു പിടിയില്ല. എല്ലാം ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് നമ്മൾ. ഈ കണ്ണ് കൊള്ളാം കേട്ടോ. ഓക്കെ എൻ്റെ മോന്. അയ്യോ ട്രെയിൻ രണ്ടുപേരെ തട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ബെന്നിയൊക്കെ നല്ല ഫയറിങ് കേട്ടോ. ബെന്നി ഇത്ര അഡ്വാൻസ് ആയിട്ട് ആദ്യമായിട്ട് ഒരു പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. ഇനി കറങ്ങിപ്പോയി നോക്കാം ഈ വഴി. ഓക്കെ അവനടിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനി നമ്മുടെ ഗ്യാങ് ആയിരിക്കും ഇവിടെ. ഓക്കെ ഇവന്മാരുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. മിക്കവാറും ഈ സൈഡിലൊക്കെ ആൾക്കാരുണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. കേസ് നോക്കട്ടെ. ഇവിടെ ഓക്കെയാണ്. ഓക്കെ ആ സൈഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡും ക്ലിയർഡാണ്, കുഴപ്പമില്ല. അവിടെ നിന്ന് ഒരുത്തൻ ഇവിടെ നിന്നൊക്കെ വന്നുണ്ട് കേട്ടോ ആൾക്കാർ. വീണ്ടും ആരൊക്കെയോ കൊണ്ട് ഇവന്മാരെ ഇറക്കി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഓട്ടം. ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇതാരാ ഇതെവിടെ നിന്ന് വന്നേ? ഇത് അവനോട് വിളിച്ചത്. ഓക്കെ അത് തീർത്തിട്ടുണ്ട്. അവനത് ചെമ്പരുമ്പോൾ ചേർത്ത് അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും അതിനെ നമ്മൾ തീർത്തിട്ടുണ്ടെന്നാണ്. എന്ത് ഇവൻ നമ്മുടെ ആളാ. ഇവൻ്റെയൊക്കെ എന്താ ചോരക്കളമുള്ള മേത്തൊക്കെ. എവിടെ നിന്ന് വന്നത്? മുകളിലാണോ? ബാക്കിൽ നിന്ന് കുറച്ച് പേര് വരണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അവനെ അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിനും അടിച്ച് തീർത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ സിറ്റിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അതാണ് അവസ്ഥ. നമുക്കെന്തായാലും വണ്ടി കൊണ്ടുവന്ന് എന്തായാലും അകത്തോട്ട് കയറ്റിയിടാം. ഇനി നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ ആയിരിക്കും കേട്ടോ ഈ സ്ഥലം. ബെന്നിയുടെ ഗറാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും. ബിക്കോസ് നമ്മൾ എന്തായാലും ഇവിടെ എല്ലാവരും അടിച്ച് തീർത്തുന്നത്. അത് മാത്രമല്ല ഇവിടെ നമ്മൾ ആൾക്കാരെ വെക്കുകയും ചെയ്യും. അപ്പോൾ അവരിനി നോക്കിക്കോളും ഗറാജും കാര്യങ്ങളൊക്കെ. നമുക്കിനി നോക്കേണ്ട ആവശ്യം. നമ്മൾ വേറെ ഗ്യാങ്ങിനെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. നമ്മുടെ ഫാമിലീസ് ഗ്യാങ് മാത്രമേ ഉള്ളൂ. ഇത് ഫുള്ള് ലമാറിൻ്റെ നമ്മുടെ ഫാമിലിയാണ്. കയറിക്കോ എല്ലാവരും കയറിക്കോ. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് വണ്ടി ഒന്ന് മാറ്റണം നമുക്ക്. പിന്നെ ഇവിടെ നിന്നൊരു വണ്ടി എടുത്തിട്ട് പോകണം. അതാണ് ഇവിടുത്തെ പരിപാടി. അത് കഴിഞ്ഞ് തിരിച്ച് ലെസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് വേണം നമ്മുടെ സൂപ്പറേയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ്. ഇപ്പോൾ കയറടോ.
ഇതെന്തോ ഇത്, കയറുക, ഓടി വന്ന് കയറുക. ഇവന്മാരൊക്കെയാണ് ഇങ്ങനെ ലാഗ്. അവന് വയ്യെന്നും ഉണ്ട് കേട്ടോ. ആ വെടി വെച്ചത് കൂടെ. ഓക്കെ, ഓ ദേ ഓക്കെ, അവൻ അങ്ങനെ തീർത്തിട്ടുണ്ട്. വേറെ വഴിയില്ലായിരുന്നു ഗൈസ്, നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഇനി ആൾക്കാരുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇല്ലെന്നാണ്. എന്നിട്ട് ഇതൊക്കെ ബെന്നിയുടെയാണ്. ഇവന്മാരാണ് ഇവിടെ കൈ നമ്മൾ നമ്മുടെ സ്ഥലം തിരിച്ചെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ ആ ഒരു പുതിയ ഇന്ത്യൻ കാർ നമ്മുടെ ചാനലെടുത്തത്. നമ്മുടെ കിയയുടെ സെൽട്ടോസിൻ്റെ GT ലൈനാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സീക്രട്ട് പ്ലേസിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. ഇത് ഇവിടെ നിന്ന് എന്തായാലും പൊക്കും. ഇത് ആക്ച്വലി നമ്മുടെ വണ്ടിയല്ല, ഇതൊക്കെ നമ്മുടെ ബാലൻസ് ഗ്യാങ്ങിൻ്റെ വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മൾ പൊക്കുവാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ R32 എടുത്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ എവിടെ പോയി ബെന്നി? എവിടെ പോയി? ഇതിൻ്റെ ഓണർ എവിടെ? ബെന്നി, ബെന്നി ഇവിടെ നിന്നോ, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ബെന്നി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സെറ്റാണ്. പുള്ളി ഇനി ഈ ഗറാജ് അടിപൊളിയായിട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് ഗൈസ്. അപ്പോൾ ലാമർ പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടി മാറ്റിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് സെൽട്ടോസ് എടുത്താൽ നേരെ നമ്മുടെ ഗറാജിൽ പോകാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഓക്കെ ഇവിടെ എന്താ ഇഷ്യൂ? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവന്മാർ പ്രൊട്ടക്ട് ചെയ്തോളൂ. ഓക്കെ, അവന്മാരെന്തോ ആളെ തട്ടിയിട്ടുണ്ട് അവിടെ. ലാമറെ, നമുക്കെന്തായാലും പോയി മറ്റേ GTR എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊടുക്കാം, എന്നിട്ട് സെൽട്ടോസ് എടുത്ത് നൈസായിട്ട് വിടാം. ഓ, ഇതെന്തോ ഭീകര വണ്ടിയുണ്ടോ? ഒരു സമയം ലാമർ ദേ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി കയറിയിട്ട് നേരെ നമ്മുടെ GTR എടുത്തുകൊണ്ട് വരാം. ഇത് അമ്മാരുടെ ഗ്യാങ് കാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പഴയൊരു വണ്ടിയൊക്കെ തന്നെയാണ്, പക്ഷേ കുഴപ്പമില്ല. എൻ്റെ മോൻ ഫുള്ള് ബോഡിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് അടിച്ചല്ലാതെയും തീർത്തിട്ടു, ഒരാളെ പോലും നമ്മൾ ബാക്കി വെച്ചിട്ടില്ല. പക്ഷേ ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അവന്മാർ നമ്മളൊക്കെ ഒരു അറ്റാക്കൊക്കെ ചെയ്യാൻ വരും. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഗ്യാങ് ഇവിടെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഈ ഗ്യാങ് സ്ട്രോങ് ആക്കണം, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ ഇട്ടേക്കാം. ഇത് ആരെങ്കിലും എടുത്തോട്ടെ. ആക്ച്വലി നല്ലൊരു വണ്ടിയാണ് തോന്നുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ GTR എടുക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ GTR എടുത്തുകൊണ്ട് അവിടെ ഇടാം. ബിക്കോസ് ഈ വണ്ടി ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര റെയറുമാണ്. ഇതങ്ങനെ കളയാനും പറ്റാത്തൊരു വണ്ടിയാണ് ഗൈസ്. ലാമറെ, പെട്ടെന്നൊന്ന് കയറിക്കോ. ഇയാൾ എന്ത് കാണിക്കത്? അപ്പുറത്ത് കയറുക എന്നാൽ വണ്ടി. പെട്ടെന്ന് കയറി, സമയമില്ല. ഓക്കെ, അപ്പോൾ ഈ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ നമുക്കൊരു കാര്യം, നമുക്ക് തിരിച്ച് നമ്മുടെ ഗറാജിൽ പോയാലോ? ഗറാജിൽ പോകണം, നമുക്ക് ടോ ട്രക്ക് വേണം. ബിക്കോസ് നമ്മൾ സൂപ്പർ എടുത്തുകൊണ്ട് വരണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ബെന്നിയുടെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ കൂടെ എത്തിയിട്ടോ ഗൈസ് നമ്മൾ. അപ്പോൾ നേരെ നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർ എടുത്തുകൊണ്ട് വരണം. ബിക്കോസ് ആദ്യം പണിയാൻ പോകുന്നത് നമ്മുടെ സൂപ്പറാണ് ഗൈസ്. അപ്പോൾ അതെന്തായാലും നമുക്ക് വേണം. അപ്പോൾ ഈ വണ്ടി എന്തായാലും ഇവിടെ അകത്തോട്ട് ഇട്ടേക്കാം. ഓക്കെ, നന്നായി ബെന്നി, ഒന്ന് മാറി, വളരെ നന്നായി. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ ആ സെൽട്ടോസ് അവിടെ കിടക്കട്ടെ, അത് നമുക്ക് എടുക്കണം. തൽക്കാലം ഇപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ബിക്കോസ് ഈ വണ്ടി ഈ ഫുള്ള് പണിയാനൊക്കെ ഉള്ളതാണ്, വേറെ ലെവലാക്കി എടുക്കുക എന്നാണ് ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കെന്തായാലും പോയിട്ട് വരാം. പക്ഷേ അതിനിപ്പോൾ ടോ ട്രക്ക് വേണം ഗൈസ്. അപ്പോൾ ടോ ട്രക്ക് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവന്മാരുടെ കയ്യിൽ കുറേ അലമ്പ് വണ്ടികളുണ്ട്. പക്ഷെ അത് ടോ ട്രക്കാണോ ഗൈസ്? അപ്പോൾ അത് ഒരു ടോ ട്രക്കല്ല ഗൈസ്. അപ്പോൾ ഇതേ ഒരു ടോ ട്രക്ക് ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടായിരിക്കും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ പോകാൻ പോകുന്നത്. അവിടെയാണ് നമ്മുടെ സൂപ്പർ കിടക്കുന്നത്. സൂപ്പർ എന്നിട്ട് എടുത്തിട്ട് നമുക്ക് തിരിച്ച് വരാം. ബിക്കോസ് ഈ വണ്ടിയൊന്നും ഇതിൻ്റെ ട്രാക്കറും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ബിക്കോസ് ഇതൊരു പഴയ വണ്ടിയാണ്, ഇതിൽ ഓടണത് തന്നെ വലിയ കാര്യം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയും കൂടി നേരെ നമ്മൾ പോകാൻ പോകുന്നത് ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാണ്. അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ മതിയായിരുന്നു അവന്മാർ. ഓക്കെ ഗൈസ്, അപ്പോൾ നേരെ നമ്മൾ ഒട്ടും വൈകണ്ട, നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ എത്താറായിട്ടുണ്ട് ഗൈസ്. പ്രധാന പ്രശ്നം വേറെ ഒന്നുമല്ല, ഈ വണ്ടി അതിൻ്റെ അടുത്ത് കൂടെ കയറി പോകുന്നുള്ള ചെറിയൊരു സംശയം ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എൻ്റെ മോനെ, ജസ്റ്റിന് നമ്മൾ ഇടിക്കാണ്ട് രക്ഷപ്പെട്ടതാണ് അതൊക്കെ കണ്ടത്. അപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങാം കേട്ടോ ഗൈസ്, താഴെ. ഓക്കെ, എൻ്റെ മോനെ പിടിച്ചാനെ കുഴപ്പമില്ല, വണ്ടി അത്യാവശ്യം നന്നായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഗറാജിൻ്റെ അകത്ത് ഇവിടെ പോകാൻ പറ്റുന്നതാണ് വിശ്വാസം. യെസ്, പോകാൻ പറ്റും. ഈ വണ്ടിയിൽ ട്രാക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല. അല്ല, പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി പേടിക്കണം ഗൈസ്. അപ്പോൾ ഈ വഴിയൊക്കെ വരുന്നത് ബിക്കോസ് നമ്മൾ ഈ അതെന്താണ് പ്രേതോ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ, എനിക്ക് മനസ്സിലാവണില്ല. എന്തൊക്കെയോ അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു, എന്താണെന്ന് മനസ്സിലായില്ല. കുഴപ്പമില്ല, നമുക്കത് സെറ്റാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും. അപ്പോൾ നമുക്ക് നേരെ ഓക്കെ, ലെസ്റ്റർ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഓ, ജസ്റ്റിനായിട്ട് വണ്ടി പോണത്, ജസ്റ്റിനാണ് വണ്ടി പോകുന്നത്. ഇടിച്ചു ഇടിച്ചില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ആ വണ്ടിയും കൊണ്ടാണ് നമ്മളിത് തിരിച്ച് നമ്മൾ ബെന്നിയുടെ അടുത്തോട്ട് പോകണം. ഓക്കെ ഓക്കെ, അത് അവിടെ ഇടിച്ചു വന്ന്. പക്ഷെ ഇത്ര നേരമായിട്ട് ആദ്യമായിട്ട് ഇടിച്ചത്. കുഴപ്പമില്ല, മര്യാദയ്ക്ക് ടോ ചെയ്തിട്ട് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. ബിക്കോസ് ഇത് ഇവിടെ നിന്ന് ഇറക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ടോ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ സാധനം കറക്റ്റായിട്ട് ഹുക്കായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി എടുക്കണം സാധനം. ഇതൊരു ടാസ്ക്കാണ്, പക്ഷേ വേറെ വഴിയില്ല. ഇതെന്തായാലും തള്ളിക്കൊണ്ട് പോകാൻ, ഓണാക്കി ഓടിച്ചുകൊണ്ട് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ചെറുതായിട്ട് വണ്ടി സൈഡിൽ ഇടിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇതിൻ്റെ ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. അതേ വണ്ടി നമ്മുടെ പുറകെ ഉണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളത് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. ഓക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടി അവിടെ കൊണ്ടുപോയി ഇനി ശരിയാക്കാൻ കൊടുക്കണം. ഇനി ബെന്നി ഇത് ശരിയാക്കി വരുമ്പോഴേക്കും കുറച്ച് സമയം കൊടുക്കും. അപ്പോൾ ലെസ്റ്റർ നമ്മൾ വിളിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നെ ഡീൽ ചെയ്യാം. ലെസ്റ്റർ വിളിക്കുമ്പോഴേക്കും വണ്ടിയിൽ എഞ്ചിനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വണ്ടി തെറിച്ചാണ് പോയേട്ടെ കയ്യിൽ നിന്ന്. ഇത് മിക്കവാറും നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ വണ്ടി പണിയാൻ കൊടുക്കണ പോലത്തെ അവസ്ഥയായിരിക്കും. ഒന്നും കൊട്ടും വയ്ക്കേണ്ട, നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ ആ സെൽറ്റോസ് കിടക്കുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് നമുക്കൊരു സ്ഥലം വരെയും പോകണം. ഒരു സീക്രട്ട് സ്ഥലത്തോട്ട് നമ്മളിന്ന് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു അടിപൊളി സ്ഥലം എന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. ഇവിടുന്ന് ഡെഡ് ബോഡീസൊക്കെ മാറ്റിയിട്ടാവും മതി. ഇത് ഫുള്ളി പാട്ട ടയറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും ഈ വണ്ടി ഫുള്ള് സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സുപ്രയുടെ കാര്യം ഇപ്പോൾ ഒരു പരിതാപകരമായ അവസ്ഥയിലാണ്. അലോയ്സ് മാത്രം നല്ല രീതിയിലുണ്ട്, ബാക്കി എല്ലാം പോയി കിടക്കും. ഈ വണ്ടിയുടെ ഫുള്ള് പണിയാനുണ്ട്. പക്ഷെ നമ്മൾ സെറ്റാക്കിയിട്ട് എഞ്ചിനുണ്ട്. ഞാൻ എഞ്ചിൻ പോയിട്ടുണ്ട്, പക്ഷെ ഒന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മതി എന്നാണ് ബെന്നി പറഞ്ഞത്. കുറച്ചധികം പണിയുണ്ട്, ഒരു 2-3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. 2-3 ആഴ്ച എടുക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ലെസ്റ്റർ നമ്മുടെ അടുത്ത് പോയി ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. ബിക്കോസ് നമ്മുടെ ലുക്കൊക്കെ ഒന്ന് ഫുള്ളായിട്ട് മാറ്റണം. ഇന്ന് നമ്മൾ പുതിയൊരാളെ കാണാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മെയിൻ ബോസ് 2 പേര് വരുന്നുണ്ട്. അത് നമ്മുടെ മെയിൻ ബോസ് ആയിരിക്കും. അവരിതുവരെ എത്തിയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബെന്നിയുടെ അടുത്ത് സംസാരിച്ചിട്ട് നൈസായിട്ട് വിടാം. ബെന്നി ഈ കാര്യങ്ങളൊക്കെ മര്യാദ നോക്കിക്കോളും ഗൈസ്. ബിക്കോസ് ഇവിടെ നമ്മൾ ഈ ഗാർഡ്സിനെ നിർത്തിയിരിക്കുന്നത് ബെന്നിയുടെ പ്രൊട്ടക്ഷന് മാത്രമല്ല. ബെന്നി വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുകയാണെങ്കിൽ അത് തീർക്കാനും കൂടിയാണ് ഇവിടെ ആൾക്കാർ നിർത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്കത് ബെന്നിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ബെന്നി, അപ്പോൾ ഇത് സൂപ്പറായി പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ട് ഈ വണ്ടി എടുത്ത് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സംഭവം സേഫാണ്. അപ്പോൾ ലെസ്റ്റർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലുക്കൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് മാറ്റിടുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നു ഡ്രസ്സ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ മാറ്റാറുണ്ട്. ഹെയർ സ്റ്റൈൽ ആക്ച്വലി നമ്മുടെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊന്നും മാറ്റിയേക്കാം. ബിക്കോസ് ഡ്രസ്സ് ഒത്തിരി നാളെ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ തോന്നുന്നു. നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചെറിയ ചേഞ്ച് വരുത്തിയേക്കാം. അപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു അടിപൊളി ക്ലോത്തിങ് സ്റ്റോർ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ബോസിൻ്റെ അടുത്ത്. പക്ഷേ ഇതല്ല നമ്മുടെ മെയിൻ ബോസ് ഇതുവരെ എത്തിയിട്ടില്ല. മെയിൻ ബോസ് ആക്ച്വലി വരുന്നത് ഒരു റോയൽ ഫാമിലി എന്നാണ്, മലിബു റോയൽ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ വൈസിറ്റിയിലെ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ അവർ ഇതുവരെ എത്തിയിട്ടില്ല. അവർ ഓൺ ദ വേ ആണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ പോയി ഡ്രസ്സ് അങ്ങോട്ട് മാറിയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കടയൊക്കെ ഉള്ളത്. നമുക്ക് നൈസായിട്ട് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് എന്താണ് ചാടിയൊക്കെ വന്ന വണ്ടിയുടെ അകത്തുനിന്ന് എന്തെങ്കിലും ആവട്ടെ. നമുക്കെന്തായാലും ഈ വണ്ടിയുടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. സെൽറ്റോസ് കാണാൻ ഒരു ലുക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതൊരു GT ലൈൻ മോഡൽ സെൽറ്റോസ് ആണ്. പക്ഷെ അത് മാത്രമല്ല, ഇതിലൊരു ഹിഡൻ ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്താണെങ്കിൽ എന്തായാലും കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഗൈസ്. അപ്പോൾ അതൊരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏത് ഇന്ത്യൻ കാർ വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റോർ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കാം. ബിക്കോസ് നമ്മളൊരു മീറ്റിങ്ങിന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ലെസ്റ്ററിൻ്റെ റോഡിൽ വെച്ച് മീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറിയിട്ട് എന്താ പരിപാടി നോക്കാം ഗൈസ്. ഗൈസ് ഇവിടെ ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് ഡ്രസ്സൊക്കെ മാറിയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു ഗറാജിൽ ഒരു പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ ലെസ്റ്റർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാമർ ഉണ്ടാവുമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, നേരെ പോയി അവരെ കണ്ടിട്ട് ഈ വണ്ടി അവിടെ കൊടുത്തിട്ട് ലെസ്റ്ററിൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ ആ പുതിയ ലൊക്കേഷനിലോട്ട് പോകുക. അത് ആക്ച്വലി പുതിയൊരു വീടാണ്. നിങ്ങൾ എന്തായാലും കാണുമ്പോൾ ഞെട്ടും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. ഇത് രക്ഷയില്ലാത്ത വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മുടെ സെൽറ്റോസ്. ഇതൊക്കെ നമ്മുടെ ഷോറൂമിലോട്ട് ഇനി അടിപൊളിയായിട്ടൊക്കെ വരാൻ പോകുന്ന സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ്
ആ ഗറാജ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നാണ് ലെസ്റ്റർ നമുക്ക് ഇൻഫർമേഷൻ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറി നോക്കാം ഉണ്ടോ ഇല്ലേന്ന്. ഓക്കെ, അത് കയറി. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. അപ്പോൾ ലെസ്റ്റർ അവിടെ നിൽക്കുന്ന ഡിഫൻഡർ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ബിക്കോസ് ഈ വണ്ടി സേഫായിട്ട് നമ്മൾ ലൊക്കേഷനിലോട്ട് എത്തണം. അത് ഇവിടെ അല്ല, അത് വേറെ സ്ഥലത്താണ്. നമ്മുടെ BE6 ഒക്കെ അങ്ങോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യണം. ലെസ്റ്ററിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് നൈസായിട്ട് നീങ്ങാം. ലെസ്റ്റർ ഞാൻ ഏതാണ്ട് സെയിം ഔട്ട്ഫിറ്റിലാണ് കേട്ടോ. അതുകൊണ്ട് ലെസ്റ്റർ പറഞ്ഞത് ഇത്തിരി ഫോർമലൊക്കെ ആയിട്ട് വരണം, അല്ലെങ്കിൽ സീനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് അവർ ലാമർ എന്ന വണ്ടിയായിട്ട് വിട്ടു. ലെസ്റ്റർ നമുക്കൊന്നാൽ പോയേക്കാം. അപ്പോൾ ഗൈസ് ലാമർ നൈസായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, ലാമർ മുകളിലോട്ടാണല്ലോ പോണേ. എന്താ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയേക്കാം. അപ്പോൾ ലാമർ ഇത്ര പെട്ടെന്ന് കയറിപ്പോയി, എന്തായാലും ഫാസ്റ്റായിരുന്നു. ഓക്കെ, പുള്ളി അവിടെ കയറുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും താഴോട്ട് പോയേക്കാം. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് ഓർമ്മയില്ല. എന്ന് വെച്ചാൽ പഴയ നമുക്കൊരു മെയിൻ വീട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലൊക്കേഷനിലോട്ട് പോകാനാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ലെസ്റ്റർ കയറിയില്ല വണ്ടിയിൽ. പുള്ളി ബാക്കിലിരിക്കണ്ടോ. പുള്ളി ഒരു മാഫിയ ബോസ് എന്നുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ നമ്മുടെ പഴയ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ആ ലൊക്കേഷനിൽ എത്തിയിട്ട് ഗൈസ്, ഇത് നമ്മുടെ പഴയ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. നമ്മുടെ പഴയ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന വീടാണ്. അതൊക്കെ ഇപ്പോൾ പോയി ഗൈസ്. അതൊക്കെ നമ്മൾ അന്ന് കത്തിപ്പോയപ്പോൾ എല്ലാം നശിച്ചുപോയി. ആ കൂടി നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് നമ്മുടെ സുപ്ര മാത്രമാണ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഗൈസ് നമുക്ക് പഴയ നമ്മുടെ സ്റ്റോറിയിൽ. അപ്പോൾ ഇത് പുതിയ സ്റ്റോറിയിൽ ഇത് നമ്മുടെ സ്ഥലമല്ല, അതൊക്കെ കത്തിപ്പോയി. ഇതിപ്പോൾ വേറൊരു വലിയ മാൻഷനാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗൈസ്. എന്ന് വെച്ചാൽ അടിപൊളി ഒരു മാൻഷൻ, വലിയ ഗറാജും ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇതാണ് ഗൈസ് ആ മാൻഷൻ. ഇവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇനിയിപ്പോൾ കുറച്ച് ആദ്യത്തേക്കുള്ള ബോസ് നിൽക്കാൻ പോകുന്നത്. വെച്ചാൽ ഏറ്റവും വലിയ ബോസ് ഇയാളല്ല, അത് അവരെത്തിയിട്ടില്ല ഇതുവരെ. അത് മലിബൂ റോയൽ ഫാമിലി എന്ന് പറഞ്ഞ വലിയൊരു ഗ്രൂപ്പാണ് ഗൈസ്. അപ്പോൾ ഇത് തന്നെയാണ് സ്ഥലം. ഓക്കെ, നമുക്ക് നൈസായിട്ട് കയറാം. എൻ്റെ മോനെ, ഇവിടെ ഫുള്ള് വണ്ടികളുടെ ഇതാണ്. ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ കുറച്ച് കിടിലം വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കതായത് ഈ ഡിഫൻഡർ ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ 5 ഡിഫൻഡർ വേറെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഗാർഡ്സിൻ്റെ വണ്ടിയാണ്. ലെസ്റ്ററിൻ്റെ വണ്ടി ആ വണ്ടി ഏതാണ്ട് സെയിം ആണല്ലോ. ലെസ്റ്ററിൻ്റെ ടിൻഡ് ഇല്ല, ആ വണ്ടിയിൽ ടിൻഡ് ഉണ്ട്. എൻ്റെ മോനെ ഗൈസ്, ജസ്റ്റ് നോക്കി ഇവിടെ 3 ബുഗാട്ടി ഷീറോണ കിടക്കുന്നുണ്ട്. 3 എണ്ണം, ഒരെണ്ണമൊന്നും അല്ല കിടക്കുന്നത്. ഒരു റെഡ്, ഒരു യെല്ലോ, പിന്നെ ഒരു ബ്ലൂ കളറാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. പക്ഷേ പുള്ളി ഭയങ്കര ഒരു ബില്യനെയറാണ്. പിന്നെ ഇതൊരു ബെൻലിയുടെ എന്തോ വണ്ടി കിടക്കുന്നുണ്ട് ഗൈസ്. ബെൻലിയുടെ ഒരു അടിപൊളി സൂപ്പർ കാർ കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ദുബായ് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഇതൊരു ദുബായ് രജിസ്ട്രേഷൻ റോൾസ് റോയ്സ് ഫാൻറ്റമാണ്. പിന്നെ ഗറാജിലൊക്കെ ആളുണ്ടാവും. നമുക്ക് ജസ്റ്റ് മുകളിൽ പോയി ആ ബോസിനെ ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ബിക്കോസ് ഈ മാൻഷൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരുകയും ചെയ്യാം ഞാൻ നിങ്ങൾക്ക്. ഹലോ സാർ, അപ്പോൾ ഡെവിൻ മോളിലുണ്ടോ? അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞ ഡെവിൻ വെസ്റ്റൺ മോളിലുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, പുള്ളി മോളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ട് മുകളിൽ പോയി പുള്ളിയോട് സംസാരിക്കാം. ബിക്കോസ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ബിക്കോസ് മലിബൂ റോയൽ ഫാമിലി നമ്മുടെ സിറ്റിയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് മുകളിലോട്ട് പോവാം. ഇവിടെയും ഫുള്ള് പ്രൊട്ടക്ഷനാണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും പോയി സംസാരിക്കുക കാര്യങ്ങളൊക്കെ. ഓക്കെ, ഹലോ സാർ, അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഗൈസ് ഡെവിൻ വെസ്റ്റൺ പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല കാര്യങ്ങൾ ഇപ്പോൾ ലോസ് ആൻഡോസിൽ നടക്കുന്നത്. പണ്ട് മാർട്ടിമെൻട്രൈസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത്തിരി കൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ എല്ലാം ടെക്നോളജി കൂടിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഗൈസ്. അപ്പോൾ പുള്ളി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോയൽ ഫാമിലി വന്നതിന് മുമ്പ്, ഐ മീൻ മലിബൂ റോയൽ ഫാമിലി വന്നതിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തു തീർക്കണം. അതിപ്പോൾ ഓൺ ദ വേ ലെസ്റ്റർ പറയുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പുതിയ കിട്ടിയ ഇൻഫർമേഷൻ ഗൈസ്. അപ്പോൾ ഈ കുറച്ച് ആളത്തേക്ക് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പണ്ട് മാറ്റിമെൻട്രേഴ്സിൻ്റെ വീട് എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കും നമുക്ക് ഈ മാൻഷൻ കുറച്ച് ആളത്തേക്ക്. ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്ന് എൻ്റെ മോൻ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു അടിപൊളി തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ് ഇവിടെ. ഓക്കെ, ഇവിടെ വേറെ പൂളും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ കിച്ചൺ, പിന്നെ ഹോള്, സെറ്റപ്പ് വീടാണ് കേട്ടോ ഗൈസ്. ഇവിടെ ജസ്റ്റ് വ്യൂ നോക്കാം. ബിക്കോസ് പണ്ടത്തെ നമ്മുടെ വീട് ഇവിടെ ഇരുന്ന സ്ഥലമാണ്. എൻ്റെ മോനെ, ഇതൊക്കെയാണ് ഗൈസ് റിച്ച് ലൈഫ് എന്ന് പറഞ്ഞാൽ. ഫുൾ ആ വീടും സെറ്റപ്പും കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ ആയിരിക്കും വരുന്നത്, കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ. തൽക്കാലം ഇപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. വേറെ പരിപാടികളൊന്നുമില്ല. ബിക്കോസ് നാളെ തന്നെ വരാൻ പറഞ്ഞു. നാളെ വലിയൊരു മിഷനാണ് നമുക്ക് തരാൻ പോകുന്നത്. അത് ആ പുതിയ ഏജൻറ്റിനെ നമ്മൾ പിടിച്ചിരുന്നു. വെച്ചാൽ ലിയോ എന്ന് പറഞ്ഞ പുള്ളിയാണ് എല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ നമ്മളിതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഉടനെ തന്നെ തുടങ്ങണം എന്നാണ് ഡെവിൻ വെസ്റ്റൺ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഗറാജും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടേ ഗൈസ്. അപ്പോൾ ഗറാജിൻ്റെ അടുത്ത് വേറെ ഒരുപാട് വണ്ടികളുണ്ടെന്നാണ്
പുള്ളി പറഞ്ഞു കേട്ടോ. നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി നോക്കാം. ലെസ്റ്റർ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ടായിരുന്നു, എവിടെയെങ്കിലും മാറിയിട്ടുണ്ടാവും, നോക്കാം. നമുക്ക് ഈ ഗരാജ്, ഫസ്റ്റ് ഗരാജ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു മസ്റ്റാങ് ആണ് കേട്ടോ, പുതിയ മസ്റ്റാങ്ങാണ് കിടക്കുന്നത്. അപ്പോഴത്തും വേറെ വണ്ടികളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. ഫെറാറി ഒരെണ്ണം കിടക്കുന്നുണ്ട്, കൊള്ളാം, അടിപൊളി. പിന്നെ ഇപ്പുറത്ത് എനിക്ക് തോന്നുന്നു പോർഷ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 2 കീഴിലും പോർഷ കിടക്കുന്നുണ്ട്, ഒരു പച്ചയും ഒരു നീലയും പോർഷ GT4ഉം GT3 RSഉം ആണെന്ന് തോന്നുന്നു, 911. പിന്നെ ഇപ്പുറത്ത് എന്താണ്, എൻ്റെ മോനെ ഗൈസ് 2 BMW M5 ആണ് കേട്ടോ കിടക്കട്ടെ. ഒരു M5ഉം പിന്നെ പുതിയ M5, ഇത് CS ആണ്, ഇത് സാധാ M5 അല്ല കേട്ടോ ഗൈസ്, ഇത് M5 CS ആണ്, ഇത് നോർമൽ M5. എൻ്റെ മോനെ എന്തായാലും കൊള്ളാം. ഇവിടെ ഒരു ഫെറാറി പുറത്ത് വെറുതെ ഇട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മോൻ്റെ വിലതായിരിക്കും. നമുക്ക് എന്തായാലും തൽക്കാലം ഇപ്പോൾ ഇവിടുന്ന് പോകാം ഗൈസ്. ഇവിടുത്തെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം ഇപ്പോൾ നമ്മൾ ലെസ്റ്ററിനെ കാണുന്നില്ല. ലെസ്റ്റർ ഇവിടെ പോയി. അപ്പോൾ ഗൈസ് ലെസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടുന്ന് പോവാം. കയറിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, അപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്ത് തീർക്കാം. ഓക്കെ, ഇടിച്ചില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമുക്കും ഇതുപോലത്തെ ഒരു വീടൊക്കെ മേടിക്കണം. ഇനി അങ്ങോട്ട് ഒരുപാട് അടിപൊളി കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇനി ഫസ്റ്റ് ടാർഗറ്റ് 10K ആണ്, അതെന്തായാലും നമുക്ക് അടിക്കണം. പിന്നെ കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതെന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്കാം. അപ്പോൾ അത്രയൊക്കെ നമ്മൾ ഗൈസ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.